ഹായ്, നമുക്ക് വീണ്ടും കുറച്ച് ടൈം നമ്പർ ക്വസ്റ്റ്യൻസ് കാണാം. ഞാൻ ഇനി പഠിപ്പിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് മെത്തേഡ് ചെയ്താലും നിങ്ങൾക്ക് അതിന്റെ ആൻസർ കറക്റ്റായിട്ട് തന്നെ കിട്ടുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു തവണ കൂടി ഇത് മറ്റേ രീതി ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഈ ടൈം നമ്പർക്ക് ബേസിക്കലി രണ്ട് മെത്തേഡ് ചെയ്യാം. ഒന്നെന്തായിരുന്നു എഫിഷ്യൻസി മെത്തേഡ്. ഇപ്പം നമ്മൾ ഒരു 5-6 ക്ലാസ് ആയി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഏകദേശം ഈ എഫിഷ്യൻസി മെത്തേഡ് വെച്ച് ഒരു ടൈം വർക്കിന്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആയി. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു 1 മെത്തേഡ്, അതായത് ടോട്ടൽ എഫിഷ്യൻസി, ടോട്ടൽ വർക്ക് 1 ആക്കി വെച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടി ഉണ്ടെന്ന് പറഞ്ഞു. രണ്ടും ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കത്തിൽ ഒരു കൺഫ്യൂഷൻ വരും എന്നുള്ളതുകൊണ്ടാണ് ഞാനൊരു 2-3 വീഡിയോ കഴിഞ്ഞിട്ട് പിന്നീട് പറയാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഇന്നിനി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതെല്ലാം മുമ്പ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെ 1 മെത്തേഡ് ചെയ്യാം. 1 മെത്തേഡ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ടോട്ടൽ വർക്ക് 1 ആക്കി ചെയ്യുന്നു. എങ്കിൽ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ എന്തായിരുന്നു എഫിഷ്യൻസി മെത്തേഡ് ടോട്ടൽ വർക്ക് എന്ന് വെച്ചാൽ എന്തായിരുന്നു, തന്നിരിക്കുന്ന ടൈമുകളുടെ LCM ആയിരുന്നു. അപ്പൊ അതിന് കുറെ പ്രൊസീജിയർ ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ ഈ എഫിഷ്യൻസി ഈ 1 മെത്തേഡിൽ എന്തൊക്കെയാണ് വ്യത്യാസം, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്താണോ നമ്മൾ ചെയ്യേണ്ട വർക്ക്, അത് മുഴുവൻ വർക്കിനെ നമ്മൾ ഒന്നായിട്ടാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇൻഡിവിജ്വൽ വർക്കുകളെല്ലാം ഒന്നിൽ താഴെയായിട്ടുള്ള ഫ്രാക്ഷൻ വാല്യൂസ് വരുള്ളൂ. എപ്പോഴും ഫ്രാക്ഷൻ ആയിട്ട് വാല്യൂ വരുള്ളൂ. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ഇവിടെ പറയുന്നു ABC can do a piece of work in individually 6, 12, 24 days respectively. അതായത് A 6 days കൊണ്ട് ആ ജോലി തീർക്കുമായിരുന്നു. ഏത് ജോലി? ഈ ജോലി തീർക്കുമായിരുന്നു. B ആണെങ്കിലോ ഒറ്റയ്ക്ക് 12 days കൊണ്ട് ഈ ജോലി തീർക്കുമായിരുന്നു. C ആണെങ്കിൽ ഒറ്റയ്ക്ക് 24 days എടുക്കും ഈ ഒരു ജോലി തീർക്കാൻ. എങ്കിൽ നമുക്ക് എന്ത് പറയാം? A 6 ദിവസം എടുത്താണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ എയുടെ ഒരു ദിവസത്തെ ജോലി, ഒരു ദിവസം എത്ര ജോലി ചെയ്യും? ഒരു ദിവസം എത്ര ജോലി ചെയ്യും? മൊത്തം 6 ദിവസം കൊണ്ടാണ് ഒരു ജോലി ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 1/6 ജോലി ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ഡേയിൽ 1/6 ജോലി ചെയ്തു, സെക്കൻഡ് ഡേയിൽ 1/6, തേർഡ് ഡേയിൽ 1/6, ഫോർത്ത് ഡേയിൽ 1/6, ഫിഫ്ത്ത് ഡേയിൽ 1/6, സിക്സ്ത് ഡേയിൽ 1/6. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ഇത് എഴുതിയെടുക്കുകയാണ്. അയാൾ ഓരോ ദിവസം എത്ര ജോലി ചെയ്യും? 1/6 ജോലി ചെയ്യുമായിരിക്കണം. അങ്ങനെ 6 ദിവസം ജോലി ചെയ്തപ്പോൾ എന്തായി? 1/6 + 1/6, അങ്ങനെ 6 ഡേയ്സ് ആയപ്പോൾ സം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6/6 കിട്ടും. എന്ന് വെച്ചാൽ എന്തായി? 1 ആയി. 1 എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു മുഴുവൻ വർക്ക് 1 ആയിരുന്നു, അത് കംപ്ലീറ്റ് ആയി എന്നാണ് ഇതിന്റെ ഒരു ഏകദേശ ഐഡിയ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് നമുക്ക് എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ എഫിഷ്യൻസി മെത്തേഡിൽ ചെയ്യുമ്പോൾ അതിനകത്ത് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നതിന്റെ LCM കണ്ടുപിടിച്ച് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് ബൈ ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നത്? എഫിഷ്യൻസി കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി കിട്ടും. എങ്ങനെയാണ്? എന്താണോ നമുക്ക് തന്നിരിക്കുന്ന ടൈം അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും എഫിഷ്യൻസി. നമുക്ക് ജസ്റ്റ് ടൈം കണ്ടാൽ മതി. 6 ദിവസം കൊണ്ട് ജോലി ചെയ്യുമെങ്കിൽ ഉറപ്പായിട്ടും എഫിഷ്യൻസി ഓഫ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 1/6 ആയിരിക്കും. നേരെ തിരിച്ചും എഴുതിയാൽ മതി. എങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? എഫിഷ്യൻസി ഓഫ് ബി 1 മെത്തേഡിൽ, ഈ ഒരു മെത്തേഡിന്റെ കാര്യം പറയുന്നത്, ഈ ഒരു മെത്തേഡിൽ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 1/12 ആയിരിക്കും. സിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 1/24 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇയാൾ ഒരു ദിവസം 1/12 വർക്ക് ചെയ്യും. അങ്ങനെ 12 ദിവസം വർക്ക് ചെയ്യുമ്പോൾ 12/12 1 വർക്ക് തീരും. ഇയാളോ 24 ഡേയ്സ് വർക്ക് ചെയ്യുമ്പോൾ 24/24 1 വർക്ക് തീരും. അപ്പൊ ഇൻഡിവിജ്വലി ഇതായിരിക്കും ഇവരുടെ എഫിഷ്യൻസി. അപ്പൊ ഈ ഒരു പിക്ചർ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നോക്കാം. ഇത് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അത് ആദ്യം ചെയ്തത്. ഇങ്ങനെയാണെങ്കിൽ ഇവർ 3 പേരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വന്നാലോ? A ആണെങ്കിൽ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 1/6 വർക്ക് ചെയ്യും. B ആണെങ്കിൽ ഒരു ദിവസം 1/12 വർക്ക് ചെയ്യും. അതാണ് ഈ എഫിഷ്യൻസി ഞാൻ 1 ഡേയിൽ വർക്ക് ആക്കിയതിന്റെ കാര്യം അതാ. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി C ആണെങ്കിൽ ഒരു ദിവസം 1/24 വർക്ക് ചെയ്യും. അങ്ങനെ ഇവർ 3 പേരും കൂടി വർക്ക് ചെയ്തു. അങ്ങനെ അവർ എത്ര ദിവസം വർക്ക് ചെയ്താലും ഇവർ 3 പേരും കൂടി, നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ്, നമ്പർ ഓഫ് മെൻ ഒക്കെ എവിടെ എഴുതേണ്ടത്? മുകളിലാണ്. ഈ എഫിഷ്യൻസിയാണ് റെസിപ്രോക്കൽ എഴുതുന്നത്. ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും എക്സ്ട്രാ ഡേയ്സ് വന്നാലും എക്സ്ട്രാ മെൻ വന്നാലും എല്ലാം എവിടെയാണ് എഴുതേണ്ടത്? മുകളിലാണ് എഴുതേണ്ടത്. അങ്ങനെ ഇവർ 3 പേരും കൂടി ചേർന്നല്ലേ വർക്ക് ചെയ്യുന്നത്. അവർ 3 പേരും കൂടി ചേർന്ന് എത്രയോ ദിവസം വർക്ക് ചെയ്തപ്പോൾ 3 പേരും ഉണ്ടായിരുന്നു. 3 പേരും കൂടി X ഡേയ്സ് വർക്ക് ചെയ്തപ്പോൾ ആ വർക്ക് തീർന്നു. മീൻസ് ടോട്ടൽ വർക്ക് എന്തായിരുന്നു? 1 ആയിരുന്നു. അത് കംപ്ലീറ്റ് ആയി. എങ്കിൽ ഈ എക്സിന്റെ വാല്യൂ എന്താ? അതല്ലേ കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് ഈ 1 മെത്തേഡ് ചെയ്യാൻ പറ്റും. നോക്കി 1/6, 1/12, 1/24. ഇതിന്റെ റെസിപ്രോക്കൽ ആഡ് ചെയ്യണമെങ്കിൽ റെസിപ്രോക്കൽ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആവണ്ടേ? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ എന്ത് ചെയ്യണം? 6നെ 24 ആക്കണം. അല്ലെങ്കിൽ LCM എടുത്താലും മതി. LCM മെത്തേഡ് 24 ആ രീതി ചെയ്താലും മതി. ഈ 6നെ 24 ആക്കാൻ എന്ത് ചെയ്യണം? ഒരു 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തത് 1/6 എന്ന് പറയാൻ എന്തായി? 4/24 ആയി. ഈ 1/12 ആണെങ്കിലോ ഒരു 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 2/24 ആയി.
ഈ 1/24 ഒന്നും ആക്കില്ല. എന്താ ഞാൻ ഇവിടെ ചെയ്തേ? ഡിനോമിനേറ്റർ സെയിം ആക്കിയായിരുന്നു. ഡിനോമിനേറ്റർ സെയിം ആക്കിയെങ്കിലല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 4/24, 2/24, 1/24 ഇസ് ഈക്വൽ ടു 1 കിട്ടി. ആഡ് ചെയ്ത് നോക്കുന്ന എത്ര കിട്ടി? 4 + 2 + 1 എത്ര കിട്ടി? 7/24 എന്ന് കിട്ടി. 7/24x ആണ് നമുക്ക് എന്ത് വാല്യൂ കിട്ടുന്നത്? 1 എന്ന് കിട്ടുന്നത്. നമുക്ക് വേണ്ടത് എത്ര ദിവസം അവർ വർക്ക് ചെയ്യുന്നല്ലേ? എങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് വേണ്ടത്. എക്സിന്റെ വാല്യൂ സീക്വൽ എത്ര കിട്ടും? ഇത് നേരെ അപ്പുറത്തേക്ക് പോകുന്നു. 24/7 24/7 ഡേയ്സ് കൊണ്ട് ആ വർക്ക് തീർക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ നോട്ടിന്റെ പഴയ നോട്ട് എടുത്ത് നോക്കിയാൽ മതി. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ എഫിഷ്യൻസി ചെയ്തപ്പോഴും നമ്മൾ എന്താണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുക? 24/7 ഡേയ്സ് തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതേ ആൻസർ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നു. അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് എടുക്കണമായിരുന്നു? എഫിഷ്യൻസി എടുക്കണമായിരുന്നു, ടോട്ടൽ വർക്ക് എടുക്കണമായിരുന്നു, പിന്നെ ഓരോ എഫിഷ്യൻസി ചെയ്യണമായിരുന്നു. ആ മെത്തേഡൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിൽ ഈ 1 ബൈ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് അധികം അത്രയൊന്നും ചിന്തിക്കേണ്ട. വേഗത്തിൽ നമ്മൾ എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ഡേയ്സിനെ റെസിപ്രോക്കൽ എടുത്താൽ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി ആയി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സം ചെയ്ത് എത്ര ദിവസം നോക്കിയിട്ട് അതിനെ എന്തിലേക്ക് ഇക്വേറ്റ് ചെയ്യുക? ടോട്ടൽ വർക്ക് 1ലേക്ക് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് റിക്വയർഡ് ഡേയ്സ് കിട്ടും. ഇപ്പൊ ഏകദേശം ഒരു പിക്ചർ ക്ലിയർ ആയോ? 1-2 ക്വസ്റ്റിനോട് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, മുമ്പ് ചെയ്തതാണ്. അപ്പൊ ഈ ഒരു മെത്തേഡ് ചെയ്താൽ അതിന്റെ ആൻസർ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. നോക്കിയേ, A and B together can do a piece of work in 6 days. A alone can do it in 9 days. In how many days B alone can do it? ഈ ഒരു ക്വസ്റ്റ്യൻ ആലോചിച്ച് നോക്കിയേ. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ 1 ബൈ മെത്തേഡ് അറിയാമെങ്കിൽ ഇതൊരു സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് നോക്കിയേ. അതായത് ഇവിടെ എന്താ പറയുന്നത്? എയും ബിയും കൂടി ചേർന്ന് ഒരു ജോലി 6 ദിവസം കൊണ്ട് തീർക്കും. എയും ബിയും കൂടി ചേർന്ന് ഒരു ജോലി 6 ദിവസം കൊണ്ട് തീർക്കും. എന്നിട്ട് വീണ്ടും പറയുന്നത് എ മാത്രം ഒറ്റയ്ക്ക് ആ ജോലി 9 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ ബി മാത്രം ഒറ്റയ്ക്ക് ആ ജോലി നമുക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാം എന്നല്ലേ? ഇത് x5/x-y എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ ഒക്കെ പഠിച്ചിരുന്നു. പക്ഷെ അതല്ലാണ്ട് ഈ ഒരു മെത്തേഡ് ചെയ്താൽ എന്ത് കിട്ടും? അല്ലെങ്കിൽ 1 ബൈ മെത്തേഡ് ചെയ്താൽ എന്ത് കിട്ടും? അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അറിയാൻ വേണ്ടി പറയാണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. എയുടെ മാത്രം എഫിഷ്യൻസി ഓഫ് എ നമുക്ക് കിട്ടും. ഡയറക്റ്റ് ആയിട്ട് എത്ര കിട്ടും? എഫിഷ്യൻസി ഓഫ് എ എത്രയാണ്? 1/9 ആണ്. അറിയാമല്ലോ, മനസ്സിലായല്ലോ. എഫിഷ്യൻസി ഓഫ് എ എത്രയാണ്? 1/9 ആണ്. അതുപോലെ എഫിഷ്യൻസി ഓഫ് A+B നമുക്കറിയാം. ഒരു ദിവസം എയും ബിയും കൂടി ചെയ്യുന്ന ജോലി നമുക്കറിയാം. എത്രയാണ്? 1/6 ആണ്. സോൾവ് ചെയ്താൽ മതി. അതായത് എ ഒരു ദിവസം 1/9 ജോലി ചെയ്യും, ബി ഒരു ദിവസം എത്ര ജോലി ചെയ്യും നമുക്കറിയില്ല. ബിയുടെ എഫിഷ്യൻസി നമുക്കറിയില്ല. പക്ഷെ എയും ബിയും കൂടി ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 1/6 ജോലി ചെയ്യും. ആ ഒരു ടേം മനസ്സിലായോ? അല്ലെങ്കിൽ എയും ബിയും കൂടി ചേർന്ന് 6 ഡേയ്സ് കൊണ്ട് ഒരു ജോലി തീർക്കും. ആ 6 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാലും മതി, എല്ലാം സെയിം ആണ്. ഇനി ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ. 1/x = എന്ത് കിട്ടും? 1/6 - 1/9. കാരണം ഈ +1/9 അപ്പുറത്തേക്ക് പോയി. സോൾവ് ചെയ്യുന്ന എത്ര കിട്ടും? LCM എടുക്കുന്നു. LCM എത്രയായി? 18 വരും. ഇവിടെ എത്ര വരും? 6 3 times 2 times. അതായത് 1/18 = 1/x. ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. 1/x വാല്യൂ ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1/18. എന്താണ് ഈ 1/x? ഈ x എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി? ഈ 9 എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി? ഈ 6 എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി? ഈ ഒരു ഫ്രാക്ഷന്റെ അടിയിൽ കിടക്കുന്ന ഈ വാല്യൂ, എഫിഷ്യൻസി കിടക്കുന്നതിന്റെ അടിയിൽ കിടക്കുന്ന വാല്യൂ ഉറപ്പായിട്ട് എന്തായിരിക്കും? അവരുടെ ഡേയ്സ് ആയിരിക്കും. എന്നുവെച്ചാൽ ഡേയ്സിനെ തിരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി കിട്ടും. എങ്കിൽ എഫിഷ്യൻസി തിരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ഡേയ്സ് കിട്ടും. 1/x വാല്യൂ 1/18 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 18 ആയിരിക്കും. 18 ഡേയ്സ് കൊണ്ടായിരിക്കും ആര് ജോലി തീർക്കുക? ബി ആ ഒരു ജോലി ഒറ്റയ്ക്ക് തീർക്കുക. ഇതേ ആൻസർ തന്നെയായിരിക്കും നമ്മൾ എഫിഷ്യൻസി മെത്തേഡിലോ xy/x-y മെത്തേഡിലോ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുക. ഞാൻ ഇത് പറഞ്ഞു തന്നത് എങ്ങനെ ഈ 1 ബൈ മെത്തേഡിൽ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചെയ്യാം എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. എങ്കിലും 1-2 ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: A can do a piece of work in 10 days. B can do the same work in 20 days. With the help of C, they finish the work in 4 days. C can do the work in how many days? Working alone. ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. കുറച്ച് വേഗത്തിൽ പോകാം. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എ 10 ദിവസം കൊണ്ട് വർക്ക് തീർക്കുന്നു. സ്വാഭാവികമായിട്ട് എയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതുന്നു. എ ആണെങ്കിൽ എയുടെ എഫിഷ്യൻസി 1/10 ആയിരിക്കും. ബി 20 ഡേയ്സ് കൊണ്ടാണ് വർക്ക് തീർക്കുന്നത്. എങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 1/20 ആയിരിക്കും. ഇനി സി ആണെങ്കിലോ, സിയും കൂടി ചേർന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ സിയുടെ കാര്യം നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ 1/x കിട്ടും. ഇവര് 3 പേരും കൂടി ചേർന്ന ജോലി എത്ര ദിവസം തീർന്നു പറയുന്നു? 4 ദിവസം കൊണ്ട്. എങ്കിൽ അവർ 3 പേരും കൂടി ചേർന്ന് ഒരു ദിവസം എത്ര ജോലി തീർത്തിട്ടുണ്ടാവും? അതിന്റെ റെസിപ്രോക്കൽ 1/4. സോൾവ് ചെയ്താൽ മതി, ആൻസർ ആയി. അതായത് എത്ര കിട്ടും? 1/x = 1/4 - 1/20 + 1/10. അതായത് എത്ര കിട്ടും? 2/20 എന്ന് വരും. 1/20 + 2/20 3/20. 1/4 - 3/20 എന്ന് വരും. സോൾവ് ചെയ്ത് എത്ര കിട്ടും? 20 - 12/80. എത്ര കിട്ടും? 8/80
1/10 കിട്ടും. അതായത് സി ഒറ്റയ്ക്ക് ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 10 ദിവസം കൊണ്ട് തീർക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. കാര്യം മനസ്സിലായി എന്തായിരുന്നു? എയുടെ ടൈം എടുക്കുന്നു, ബിയുടെ ടൈം എടുക്കുന്നു, സിയുടെ ടൈം നമുക്ക് അറിയില്ല. അങ്ങനെ അവർ 3 പേരും കൂടി ചേർന്ന ജോലി 4 ദിവസം കൊണ്ട് തീർക്കുന്നെങ്കിൽ സി ഒറ്റയ്ക്ക് ഈ ജോലി ഇതല്ലേ സി ഒറ്റയ്ക്ക് ചെയ്യുന്ന ടൈം, സി ഒറ്റയ്ക്ക് ആ ജോലി എപ്പോൾ തീർക്കുന്നതാണ്. എങ്ങനെ കിട്ടും? 1/x = 1/4 - 1/20 + 2/20. അതല്ലേ 1/10 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 3/20 എന്ന് കിട്ടും. 20 - 12 എത്ര കിട്ടും? 8 കിട്ടും. 8/80 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 1/10 എന്ന് കിട്ടും. അതായത് സി ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 10 days കൊണ്ട് തീർക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? 1/by മെത്തേഡ് കിട്ടും. വളരെ ഈസിയാണ് ഈ 1/by മെത്തേഡ്. അപ്പൊ ഇതേ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ട, ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കേണ്ട, ഇങ്ങനെ ബൈ ഇട്ട് ചെയ്തങ്ങ് പോയാൽ മതി. അപ്പൊ ആ ഒരു മെത്തേഡും കൂടെ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം എന്താണ്. ഇവിടെ നോക്കി, എക്സ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 30 days, വൈ ക്യാൻ ഡു ഇറ്റ് ഇൻ 20 days, ഇസഡ് ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 24 days. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ആൾ വർക്ക് ടുഗദർ? എങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എത്ര ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. എക്സ് ഒരു ജോലി 30 ദിവസം കൊണ്ട് തീർക്കും, വൈ ആ ജോലി 20 ദിവസം കൊണ്ട് തീർക്കും, ഇസഡ് ആ ജോലി 24 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ അവർ 3 പേരും കൂടി ആ ജോലി എപ്പോൾ തീർക്കും? ജസ്റ്റ് ഇത് സോൾവ് ചെയ്താൽ മതി. എന്തായിരുന്നു? ഇവരെല്ലാവരും കൂടി എത്രയോ ദിവസം വർക്ക് ചെയ്താൽ ആ ജോലി തീർക്കും. എത്ര ദിവസം വർക്ക് ചെയ്താൽ ആ ജോലി തീരും? സോൾവ് ചെയ്യാം. LCM of 30, 20, 24 എത്ര കിട്ടും? 120 എന്ന് കിട്ടും LCM. എങ്കിൽ 30 120 ആവുന്ന എപ്പോഴായിരിക്കും? ഒരു 4 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ. ഇനി 20 ആണെങ്കിലോ 6 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ, 24 ആണെങ്കിലോ 5 മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ. അപ്പം 4 + 6 + 5x ആണെന്ത്? 1. എത്ര കിട്ടും? 15x = ഈ 120 മേളിലേക്ക് പോകുന്നു, 120 എന്ന് കിട്ടുന്നു. എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 120/15. 120/15 എത്ര കിട്ടും? 8 എന്ന് കിട്ടും. അതായത് ഇവർ 3 പേരും കൂടി ഒരു 8 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്താൽ അവരെ ആ വർക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന സമയത്ത് തീർക്കും. എത്ര ദിവസം കൊണ്ട്? 8 ദിവസം വർക്ക് ചെയ്താൽ അവർ 3 പേരും കൂടി ആ ജോലി തീർക്കും. ശ്രദ്ധിക്കുക, ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത ഉണ്ട്. നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാനും LCM കണ്ടുപിടിക്കാനും വേണ്ടി ചെലവഴിക്കുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യാം? ഈ ഒരു ക്വസ്റ്റിന് ആൻസറിലേക്ക് നമുക്ക് എത്തിക്കാം. ഏത് മെത്തേഡും ഉണ്ട്, ഈ 1/by മെത്തേഡും ഉണ്ട്. പിന്നെ കുറച്ചൊക്കെ ഡൗട്ട് ഉണ്ടാവും, എങ്കിൽ പിന്നെ ഇതങ്ങ് പഠിച്ചാൽ പോരെ. അപ്പൊ ചില പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ്, എഫിഷ്യൻസി ക്വസ്റ്റിനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് മെത്തേഡ് എളുപ്പം? എഫിഷ്യൻസി മെത്തേഡ് എളുപ്പം. അല്ലാതെ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും, എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ 1/by മെത്തേഡ് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. അതുകൊണ്ട് രണ്ടും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ടും പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എന്താണോ വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നത്, കുറെ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് നോക്കുക, ഏതാണോ എളുപ്പം അത് വെച്ച് ചെയ്താൽ മതി. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, M and N can do a piece of work in 8 days and O can do it in 24 days. In how many days M, N, O to do it together? ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നതിനകത്ത് നമുക്ക് എമ്മും എന്നും കൂടിയാണ് ഒരു ജോലി 8 ദിവസം കൊണ്ട് തീർക്കുന്നത്. പിന്നെ പറയുന്നു O മാത്രം 24 days കൊണ്ട് തീർക്കുന്നു പറയുന്നത്. ഇങ്ങനെ 2 പേര് ചേർന്നിട്ട് ഒരു പർട്ടിക്കുലർ ടൈമാണ് തരുന്നതെങ്കിൽ ഈ 2 പേരെയും കൂടി നമ്മൾ എന്താക്കിയാൽ മതി? ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആയിട്ട് വിചാരിച്ചാൽ മതി. അതായത് M, N ഒരൊറ്റ ആളായിട്ട് വിചാരിച്ചാൽ മതി. കാരണം നമുക്ക് ഇതിനകത്ത് എന്ത് വേണ്ട? അവർ 3 പേരും കൂടെ ചെയ്യുന്ന സമയമല്ലേ വേണ്ടത്. അപ്പം 1/8 + 1/24 എടുത്താൽ ഈ 1/8 എന്ന് പറഞ്ഞാൽ ആരുടെയാ? എമ്മിന്റെയും എന്നിന്റെയും കൂടിയാണ് നമ്മളങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. കാരണം ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ ആരെ എത്രയാണെന്ന് നമുക്ക് അറിയില്ല, ക്വസ്റ്റ്യൻ തന്നിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരെ ഒറ്റയായിട്ടങ്ങ് എടുത്തിട്ട് ബാക്കി ആരുടെയാ? O ഒരു ദിവസം അല്ല 24 days വർക്ക് എടുക്കുമെങ്കിൽ 1/24 എടുക്കുക. ഇങ്ങനെ ഇവർ 3 പേരും കൂടി എത്ര ദിവസം വർക്ക് ചെയ്താൽ ആ ഒരു വർക്ക് തീരും? ടോട്ടൽ വർക്ക് 1 അല്ലേ? അതങ്ങ് സോൾവ് ചെയ്താൽ മതി. എത്ര കിട്ടും? 3 8 24, 3/24 + 1/24 എത്ര കിട്ടും? 4/24 കിട്ടും. എത്ര കിട്ടും? 1/6 കിട്ടും. 1/6 = 1/6 × x = 1. എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? x = 6 days. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. ഇവർ 3 പേരും കൂടി ചേർന്ന് ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ M 8 ദിവസവും M, N കൂടി 8 ദിവസവും O മാത്രം 24 ദിവസവും ആണെങ്കിൽ അവർ 2 പേരും കൂടിയാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ, ഈ 3 പേർ M, N, O കൂടിയാണ് ഈ ജോലി ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് അവർ 3 പേരും കൂടി എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കും? 6 ദിവസം കൊണ്ട് ആ ജോലി തീർക്കും. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ആയപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു പർട്ടിക്കുലർ 1/by മെത്തേഡിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് തറവായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട്. അത് ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യില്ല, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, A is thrice as good workman as B and together and therefore able to finish a job in 60 days less than B. Work in together, they can do it. ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ എഫിഷ്യൻസി മെത്തേഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് 1/by മെത്തേഡിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് എഫിഷ്യൻസി മെത്തേഡ് അല്ലാണ്ട് 1/by മെത്തേഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കും. ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട്. മുമ്പ് തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്,
നോക്കി, എക്സ് ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 40 days. He works it for 8 days and then y finish the work in 16 days. How long will they together to take complete the work? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്ത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് നിങ്ങൾക്ക് കൊണ്ടുപോയി മെത്തേഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതിന്റെ ആൻസർ ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കുഴപ്പമൊന്നുമില്ല. ശരി, എങ്കിൽ ബൈ.